വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ ഒരു മൂവിക്ക് പോയാലോ എന്നൊരു തോന്നൽ. ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ അധികം മൂവീസിനൊന്നും പോകാറില്ല. എനിക്കിവിടെ വളരെ കുറച്ച് ഫ്രണ്ട്സും ഉള്ളൂ. ഈ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഒരു കോഡ് സെറ്റ് ലുക്ക് ഉണ്ടോ? പക്ഷേ ഈ ഷർട്ടും പാൻസും സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴോ വാങ്ങിച്ചതാണ്. പക്ഷേ ഏകദേശം മാച്ചിങ് കളേഴ്സ് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ണം കുറവുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഈ ഡയറ്റ് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ഡയറ്റ് ചാർട്ട് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഒരു റാപ്പിഡോ എടുത്തിട്ട് നേരെ ഞാൻ തിയേറ്ററിലെത്തി. അവിടെ എൻ്റെ ഫ്രണ്ട് വെയിറ്റിംഗ് ആയിരുന്നു. വാഴ 2 കാണാനാണ് പോയത്. നല്ല അടിപൊളി മൂവിയാണ്, റിലേറ്റബിൾ ആയിരുന്നു. പല സീനിലും ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരുന്ന് പൊട്ടിക്കരയുമായിരുന്നു. മൂവി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു 3:30 ഈ സമയത്ത് എവിടെയെങ്കിലും കേരള മീൽസ് അവൈലബിൾ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ പല ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നല്ലോ. എന്തുമാത്രം കറികളാണെന്ന് വിചാരിച്ച് ഇതൊന്നും എണ്ണാൻ നിൽക്കേണ്ട, ഇത് അവരുടെ മെനു കാർഡാണ്. അവരുടെ ആംബിയൻസും സർവീസും അടിപൊളിയായിരുന്നു. പിന്നെ ഇത് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അഫോർഡബിൾ ആയിരുന്നു. പുറത്ത് നല്ല ചൂടായിരുന്നു കാരണം ഞങ്ങളൊരു തണുത്ത സംഭാരം ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ ഓരോരോ കറികളായിട്ട് വരാൻ തുടങ്ങി. നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ, കാരണം അതേ ടേസ്റ്റാണ്. ആകെ എനിക്കൊരു വ്യത്യാസം തോന്നിയത് അരിയിലാണ്. അത് നമ്മുടെ പൊന്നിയരി പോലൊരു വെളുത്ത അരിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഫുഡ് കഴിച്ച് ഇൻസ്റ്റയിൽ ഫേമസ് ആയൊരു ചേട്ടനില്ല, ആ പുള്ളിയുടെ അതേ ആംഗിളിൽ വെച്ചിട്ട് ഞാനൊന്ന് ഫുഡ് കഴിച്ച് നോക്കിയതാണ്. പായസം കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഉറക്കം വന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായി. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ.